ഞാൻ സമീറ ബീസിലേക്ക് കൂടി പോവുകയാണ്. സമീറ കൃത്യമായി ഓരോ എപ്പിസോഡും കൃത്യമായിട്ട് കാണുന്ന ഒരാൾ കൂടിയാണല്ലോ. ഇന്നലെ ആരിന്റെ എവിക്ഷൻ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഗംഭീര ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ പറയട്ടെ, ബിഗ് ബോസിന്റെ ഫാനാണ് ഞാൻ. അതിനകത്ത് വരുന്നവരുടെ ഫാൻ അല്ല. അതുപോലെ ഒരുപാട് പേരുണ്ട് ബിഗ് ബോസ് ഫാനായവൻ. പക്ഷെ ഇപ്പൊ ബിഗ് ബോസ് ഒരു ബിഗ് ബിസിനസ് ആയി മാറിയോ എന്നൊരു സംശയമുണ്ട്. ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ചു പേർക്ക് കാശ് കൊടുത്ത് ഏൽപ്പിച്ച് എന്നെ ഇങ്ങനെയൊക്കെ ബൂസ്റ്റ് ചെയ്ത് എന്നെ അങ്ങ് അറ്റത്തെത്തിച്ചേക്കണം. തിരിച്ചു വരുമ്പോ ഞാൻ ഇത്ര ലക്ഷം രൂപ വരെ. ഈ ഒരു PR വർക്കിലേക്ക് ബിഗ് ബോസ് ചുരുങ്ങിപ്പോയോ എന്ന് തോന്നുന്നുണ്ട്. അതിന് ചാനലിനും ഒന്നും ചെയ്യാൻ പറ്റില്ല, അവതാരകനായും ലാലേട്ടനും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ നമ്മൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിൽ വരുന്ന ഇപ്പൊ ശ്രീമതി മനീഷ പറഞ്ഞ പോലെ ടോക്സിസിറ്റി എല്ലായിടത്തും ഉണ്ടായിരിക്കാം. എല്ലാ മനുഷ്യരിലും ഉണ്ടല്ലോ, നല്ലതും ചീത്തയും എല്ലാം ചേർന്നതാണ് ഒരു മനുഷ്യൻ. പക്ഷേ അവസാനം നമ്മൾ ഈ ഫൈനൽ 5 എത്തുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫൈ. ഇനിയിപ്പോ കുറെ പേരൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫേവറേറ്റ്സ് പോകുമ്പോൾ അവിടെ എലിമിനേറ്റ് ആയി പോകുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നിയാൽ പോലും ഫൈനൽ 5 എപ്പോഴും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തന്നിരുന്നു ഈ 6 സീസണിലും എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. പക്ഷെ ഈ സീസണിൽ ഫൈനൽ 5 വരുമ്പോൾ ശരിക്കും അർഹിക്കുന്ന പലരും അൺഫെയർ ആയി എവിക്റ്റ് ആയി പോയേ എന്ന് എനിക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം, പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. നല്ല കണ്ടസ്റ്റൻസ്, നല്ല കണ്ടന്റ്സ്, നല്ലത് എന്ന് പറഞ്ഞാൽ നന്മ എന്നല്ല, കണ്ടന്റ്സ് കൊടുത്തിരുന്ന അല്ലെങ്കിൽ നന്നായി ബിഹേവ് ചെയ്തിരുന്ന അറ്റ്ലീസ്റ്റ് നല്ല വാക്കുകൾ പറഞ്ഞിരുന്നവർ എല്ലാവരും തന്നെ ഔട്ടായി പോയിരിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് ആര്യൻ ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ കൈ പൊക്കി പിടിച്ചൊരു ടാസ്ക് ചെയ്തിരുന്നു. എന്നിട്ട് ആ ആര്യൻ എന്ന് പറയുന്ന 23 വയസ്സുള്ള മലയാളി അല്ലാത്ത നന്നായി മലയാളം സംസാരിക്കുന്ന ആ ചെറുപ്പക്കാരാണ് വിജയിച്ചത്. അതുപോലെ ഒരുപാട് ടാസ്കുകൾ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ഒരു വീക്ക്ലി ടാസ്ക്, എന്ത് ടാസ്ക് ആയിക്കോട്ടെ പുള്ളി നല്ല ബ്രില്യന്റ് ആയി കളിച്ചിരുന്നു. ലാലേട്ടൻ തന്നെ പറഞ്ഞ പോലെ ആര്യൻ യു പ്ലേഡ് ബ്രില്യന്റ്ലി. പക്ഷേ എന്നിട്ടും അദ്ദേഹം ഔട്ട് ആകുകയാണ്. വെറുതെ കൈയും കെട്ടി നോക്കി ഗെയിം ഷോ ആണ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ അവിടെ ഒന്ന് ചോദിച്ചോട്ടെ. അവിടെ ഒരു ചോദ്യമുള്ളത്, ശ്രീ മോഹൻലാൽ നേരത്തെ ആരോടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എവിക്ട് ചെയ്ത് വരുന്ന ആളുകളോട് നന്നായി കളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇങ്ങനെ ഒരു യു ഹാവ് പ്ലേഡ് ബ്രില്യന്റ്ലി എന്നൊരു വാക്കിൽ ലാലേട്ടനിൽ നിന്ന് കേട്ടിട്ടില്ല. നിങ്ങൾ നന്നായി കളിച്ചിരുന്നു, നിങ്ങൾ നല്ലൊരു പ്ലെയർ ആണ്, ഈ തരത്തിലുള്ള വാക്കുകൾ പലയിടത്തും ഉപയോഗിച്ചിരുന്നു. ആരെയും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇന്നലത്തെ ഈ വിഷയം. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ 2 ദിവസം മുമ്പേ നമ്മൾ സോഷ്യൽ മീഡിയ വരെ അറിയും ആര്യൻ എവിക്റ്റഡ്, കുന്നംകുളം രൺബീർ എവിക്റ്റഡ്, അങ്ങനെ പിന്നെ ഇതിനകത്തുള്ള നെക്ക് നെയിംസും അയാളുടെ പോരായ്മകളും അയാൾ പണ്ട് കാണിച്ചതും എല്ലാവരും അവിടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ടാർഗറ്റഡ് ആയി കുറച്ചു പേരെ വെച്ച് ഇത്ര ആൾക്കാർ ഔട്ടായാലേ ഈ ആൾക്കാർക്ക് ഫൈനലിൽ എത്താൻ പറ്റൂ എന്നൊരു കാൽക്കുലേഷൻ പുറത്ത് നടന്ന് അതിന്റെ പുറത്ത് വോട്ടുകൾ പോലും മറിക്കപ്പെട്ട് പോകുന്ന ഒരു വെറും ബിസിനസ്സായി മാറുകയാണ്. ഞങ്ങളെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഏഷ്യാനെറ്റിന്റെ ഈ ബിഗ് ബോസ് ഷോ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ജെന്യുവിനായി വോട്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വിടട്ടെ, ഇതിൽ എത്രമാത്രം സാങ്കേതികത്വം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ കാണുന്നത്. പക്ഷെ എന്റെ ഈ റോഡിൽ ഒരു 16 വീട്ടുകാരുണ്ട്. അതിൽ ഈ 14 വീട്ടുകാരും കാണുന്നത് സാധാരണ കേബിൾ TV കണക്ഷൻ വഴിയാണ്. അവരാരും വോട്ട് ചെയ്യുന്നില്ല. ഇന്നലെ ഞങ്ങൾക്ക് രാത്രി ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോ എല്ലാവരുടെയും സംസാരത്തിൽ ആര്യൻ എവിക്റ്റ് എത്ര നന്നായി കളിക്കുന്ന ഒരു ചെറുപ്പക്കാരനും എന്ത് മിടുക്കനായിരുന്നു, അവൻ നന്നായി ചെയ്തു, അവനൊക്കെ എന്ത് എന്റർടൈനിങ് ആണ്. ഇനിയിപ്പോ ആ നിവിനെയും കൂടെ കളയുമായിരിക്കും. അതോടുകൂടി ഇവർക്കൊക്കെ ആരൊക്കെയോ പുറത്ത് കളിക്കുന്നവർ പ്രതീക്ഷിച്ചവർ ഫൈനൽ എത്തുമല്ലോ. ഇത്തരം ടോക്സ് ആണ് സാധാരണ പ്രേക്ഷകരുടെ ഇടയിൽ നടക്കുന്നത്. ഈ വോട്ട് ചെയ്യാത്ത, അത് നമ്മുടെ കുറ്റമാണ്. പ്രേക്ഷകരാണ് വോട്ട് ചെയ്യേണ്ടത്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാത്തവരാണ് ഇവിടെ കൂടുതലുള്ളത്. ഈ വോട്ടുകൾ മാനിപ്പുലേറ്റഡ് ആണ് എന്ന് ഞാൻ ഇപ്പോ സംശയിക്കുന്നുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. മനീഷ, ഇപ്പോ സമീറ പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണം ഈ PR വർക്കിന്റെ കാര്യമാണ്. നിങ്ങളുടെ സമയത്ത് ഈ PR കുറിച്ച് വലിയ ചർച്ചയൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ PR ഇല്ലായിരുന്നോ? അല്ല, ഇതില് ഞാനൊരു ബലിയാടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ 36-ാം ദിവസം അൺഫെയർ ആയിട്ട് എവിക്റ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഞാൻ. കാരണം അതിൽ ഏറ്റവും കൂടുതൽ അൺഫെയർ എന്ന് പറയാൻ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആ ആഴ്ചയിലെ നോമിനേഷനിൽ നിൽക്കെ തന്നെ മാണിക്കക്കല്ല് എന്ന് പറഞ്ഞ ടാസ്കില് ആ മാണിക്കക്കല്ല് എനിക്കായിരുന്നു കിട്ടിയിരുന്നത്. അപ്പൊ ബിഗ് ബോസ് അന്ന് അനൗൺസ് ചെയ്തത് എന്താന്ന് വെച്ചാൽ 56-ാം ദിവസത്തിലേക്ക് സ്വാഗതം, 8-ാം ആഴ്ചയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ആ നിമിഷം തൊട്ട്, അതായത് ഈ കല്ല് എനിക്ക് സമ്മാനമായിട്ട് കിട്ടുന്ന ആ നിമിഷം തൊട്ട് ഞാൻ അടക്കമുള്ള അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടിരുന്നു, എങ്ങനെയാണ് ഈ നോമിനേഷനിൽ നിന്ന് മുക്തയായാൽ മാത്രമേ ഈ കല്ല് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതോ ഇപ്പൊ തൊട്ടേ ഈ കല്ല് കൊണ്ട് ഗുണമുണ്ടോ
അവസാനം വരെയും വെള്ളിയാഴ്ച വരെയല്ലേ വോട്ട് ഉണ്ടാവുള്ളൂ. സാറ്റർഡേത്തെ സ്പെഷ്യൽ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ടാണ് പറയുന്നത്, ഈ നോമിനേഷനിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടാൽ 56 ദിവസം വരെ നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. പക്ഷെ അപ്പോഴേക്കും വോട്ടിംഗ് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ എന്റെ ബന്ധുക്കളടക്കം എനിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് ആരും വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ആ ആഴ്ചയിൽ എനിക്ക് ഏറ്റവും വലിയൊരു ദുര്യോഗം സംഭവിച്ചത്. എന്റെ വീട്ടിലുള്ളവർ, എന്റെ മകനടക്കമുള്ളവര് ചിലപ്പോ മാണിക്കക്കല്ലിന്റെ ഇമ്മ്യൂണിറ്റി ചിലപ്പോ 56 ദിവസം വരെ പിടിച്ചു നിർത്തുമായിരിക്കുന്നു. പക്ഷെ ഒരു തവണ പോലും ബിഗ് ബോസ് ഇതിന്റെ ഇടയിൽ എനിക്ക് ഈ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ ഈ 56 ദിവസം കൊണ്ട് ഈ മാണിക്കക്കല്ല് കൊണ്ട് ഉപകാരമുള്ളൂ എന്ന് പറഞ്ഞു തന്നില്ല. അപ്പോ അതൊക്കെയും ഒരു അൺഫെയർ എവിക്ഷനിലൂടെ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് മര്യാദയ്ക്ക് PR അല്ലെങ്കിൽ ഞങ്ങൾ അതൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വേദിയിൽ ആസ് ആൻ ആർട്ടിസ്റ്റ് എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ എനിക്ക് അതിനകത്ത് കടക്കുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ ഈ കമന്റിലൂടെ പറയുന്നത് നീ ആരാ, ബിഗ് ബോസിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൽ വന്നതേ ഉള്ളൂ. മനസ്സിലായോ? അല്ലാതെ ബിഗ് ബോസിന്റെ കപ്പ് നേടാൻ വേണ്ടിയിട്ടൊന്നും അല്ല ബിഗ് ബോസിലേക്ക് ഞാൻ വന്നത്. ശരി, ഈ ഫിൽട്രേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴേ അതെ ഈ ഫിൽട്രേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് അവസാന 5ലേക്ക് വരുന്നു എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു കൺസെപ്റ്റ്, അതാണല്ലോ. പക്ഷെ നിങ്ങൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇപ്പോഴങ്ങനെ അല്ല. അതില് അവതാരകനായ മോഹൻലാലിന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ചെയ്യാൻ പറ്റുന്നില്ല. അതെ PR വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുറത്തിറങ്ങി നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അൺഫെയർ ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് പല PR വർക്കുകളും ചെയ്യുന്നത്. അത് മാത്രമല്ല, ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേറൊരാളെ വളരെ മോശമായിട്ട് തേജോവധം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിനെ PR ടീമുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നമ്മുടെ ഈ ലൈഫിന്റെ വാല്യൂസും കൂടി എന്തൊക്കെ ടോക്സിസിറ്റിയാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞാലും അതിനെയും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നമ്മളിത് മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. കുലസ്ത്രീ ഒന്നും അല്ല കേട്ടോ ഞാൻ. തെറ്റുകളൊക്കെ എല്ലാ ഭാഗത്തും സംഭവിക്കും. മനീഷ പറഞ്ഞ കൂട്ടത്തിലൊന്ന് പറഞ്ഞായിരുന്നല്ലോ, അന്ന് ആ കല്ല് കിട്ടിയപ്പോ താങ്കൾക്കൊരു സ്റ്റാർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് വിചാരിച്ചു കുടുംബത്തിലുള്ളവർ പോലും വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും അത് ബിഗ് ബോസ് സൂചിപ്പിക്കണമായിരുന്നു എന്നൊരു കാര്യം കൂടി അതിലുണ്ട്. അങ്ങനെ 100% ബിഗ് ബോസ് പറയണമായിരുന്നു 58ാം ആഴ്ചയിലേക്ക് സ്വാഗതം എന്ന് മാത്രം. 56ാം ദിവസത്തിലേക്ക് 8ാം ആഴ്ചയിലേക്ക് സ്വാഗതം എന്ന് പറയുമ്പോ അപ്പൊ തന്നെ പറയണമായിരുന്നു ബിഗ് ബോസ്. അപ്പോഴല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വോട്ടിംഗ് അവസാനിക്കുന്നതിന് മുന്നേ എങ്കിലും ഒന്ന് പറയണമായിരുന്നു, നിങ്ങൾ ഈ നോമിനേഷനിൽ തീർച്ചയായിട്ടും ഉണ്ട്, ഇതിൽ നിന്ന് മുക്തയായാൽ ബാക്കിയുള്ള 2 ആഴ്ച നിങ്ങൾക്ക് നോമിനേഷനിൽ പെടാതെ രക്ഷപ്പെടാം, ഇമ്മ്യൂണിറ്റി ഉണ്ടാവും എന്ന് വ്യക്തമായിട്ട് പറയണമായിരുന്നു. അത് ബിഗ് ബോസ് എന്നോട് ചെയ്തില്ല. അതിലെനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ എന്റെ കോൺഫിഡൻസ് മുഴുവൻ നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന ഒരാളാണ്. ഞാൻ ഒരു 2 വർഷക്കാലം അതിന്റെ ഒരു ട്രോമയിലൂടെ കടന്നു പോയ ഒരാളാണ്. അങ്ങനെ ഫേവറുകൾ ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് എന്ന ഒരു ചീത്തപ്പേര് കൂടി ഉണ്ട് പുറത്ത്. അത് ശരിയാണെന്നാണ് താങ്കൾ പറയുന്നത്? ഫേവറിസം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ എന്നോടത് ചെയ്തത് കൊണ്ട് വേറൊരാളോട് ഫേവർ ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു അബദ്ധം ബിഗ് ബോസിന് 100% എന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മനസ്സിലായി. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. സമീർ അബീസ്, താങ്കൾ എങ്ങനെയാണ് ഈ ആരിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ താങ്കളോട് എനിക്ക് കൃത്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇതിലെ ഓരോ നിമിഷവും കാണുന്ന ഒരാളെന്ന നിലയിൽ ആരായിരുന്നിരിക്കണം ഇന്നലെ എവിക്റ്റായി പുറത്തു പോകേണ്ടത്? ഒബ്വിയസ്ലി ഇന്നലെ എവിക്റ്റ് ആയി പോകേണ്ടത് സാബുമാനായിരുന്നു. വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് എത്ര പറഞ്ഞാലും അദ്ദേഹം അവിടെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല.